മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതാ നമ്മൾ വചനം ശ്രവിക്കാൻ പോവുകയാണ്. ഒരേ ചിന്തയോടെ, ഒരേ ആഗ്രഹത്തോടെ വിവിധങ്ങളായ പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടക്കാം. പ്രത്യേകമായ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളെ ഓർക്കാം. നമുക്ക് വേണ്ടി അറിയാതെ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും സ്നേഹത്തിൽ ഓർത്തുകൊണ്ട് ഇതാ വചനം തരികയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം. ജ്ഞാനം തൻ്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവരെ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മെ ഓരോരുത്തരെയും ഉയർത്തുകയും സഹായിക്കുന്ന ഒരു മനോഭാവം നമുക്ക് സൃഷ്ടിച്ചു തരുന്നത് ജ്ഞാനത്തിലൂടെയാണ്. ദൈവീകമായ ജ്ഞാനത്തിലൂടെ മാത്രമേ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ജ്ഞാനം ലഭിക്കുന്നത് വചനത്തിലൂടെയും ദൈവകൃപയിലൂടെയുമാണ്. ജ്ഞാനം ലഭിക്കുന്നത് ഗുരുഭൂതന്മാരിലൂടെയും മാതാപിതാക്കളിലൂടെയും നല്ല പുസ്തകങ്ങളിലൂടെയും ആണ്. നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ മാതാപിതാക്കന്മാർക്ക് നന്നായി അറിയാമെങ്കിലും സൽസ്വഭാവം എന്ന വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ജ്ഞാനം വേണം. തലച്ചോറിൽ വികാസത്തിന് പോഷകാഹാരങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ദാഹം ശമിപ്പിക്കാൻ മാതാപിതാക്കന്മാർ പരിശ്രമിക്കണം. നല്ല ബോധ്യങ്ങൾ കൊടുക്കാൻ, നല്ല പെരുമാറ്റ ശൈലികൾ ഉണ്ടാകാൻ, നല്ല മനോഭാവങ്ങൾ വളർത്തിയെടുക്കാൻ ജ്ഞാനമുണ്ടായാലാണ് സാധിക്കുക. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ സമൂഹങ്ങളും നമ്മുടെ തലമുറകളിലും ജ്ഞാനത്തിൽ അഭിവൃദ്ധി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ദാനമായിരിക്കുന്ന ജ്ഞാനം വിശുദ്ധന്മാർക്കൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. മഹത് വ്യക്തികൾക്ക് ജ്ഞാനമുണ്ടായിരുന്നു. ജ്ഞാനത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് ഓരോ കാര്യങ്ങളെയും അവർ വിലയിരുത്തുകയും വിശദീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ജ്ഞാനം പരിശുദ്ധാത്മാവിലേക്ക് കിട്ടുന്ന ഒരു ദാനമാണ്. ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവം തരുന്ന സുഹൃതമാണത്. ഈ സുഹൃതം നേടുവാൻ എന്ത് വില കൊടുത്തും നമുക്കതിനെ സ്വന്തമാക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.